ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ABF വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുർത്തി സെറ്റാണ്. 2 കുർത്തി സെറ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും ഞാൻ മേടിച്ച് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് രണ്ടും ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഡ്രസ്സ് കാണിക്കാം. ഓക്കെ, ഇതിന് ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. ഫ്രണ്ടിലൊരു റിബൺ ഒക്കെ ഉണ്ട്, ടൈറ്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു കിളിങ്ങണ മണിയും കൂടെ ഉണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിൽ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഷോളിലും വരുന്നത്, ബോട്ടത്തിലും വരുന്നത് കേട്ടോ. എൻഡിൽ വരുന്നത് അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് മറ്റേ ഫോയിൽ പെയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷിൽ പോയിട്ടില്ലെങ്കിലും ഒരു 3-4 വാഷ് ചെയ്യുമ്പോഴത്തേനും ഇത് കറുത്ത ഒരു കളറാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വട്ടം വാഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അധികം അങ്ങോട്ട് അറിയാൻ പറ്റില്ല. ഒരു 3-4 വട്ടം വാഷ് ചെയ്യുമ്പോഴത്തേനും ഇതിന്റെ ആ ഒരു പെയിന്റിന്റെ കളറ് മങ്ങാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലുണ്ട്. അതല്ലാണ്ട് അടിപൊളിയാണ്, സൂപ്പർ കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് ടോപ്പ്. പിന്നെ വന്നിട്ട് ഇതിന്റെ ബോട്ടം നല്ല സൂപ്പർ ബോട്ടമാണ്. നല്ല വലിപ്പമുള്ള പലാസോ ആണ്, നല്ല ഇതുള്ള പലാസോ ആണ്. പലാസോന്റെ എൻഡിലും സെയിം ബോർഡർ തന്നെയാണ് വരുന്നത്, വേറെ ഒന്നുമില്ല. റയോൺ തന്നെയാണ് മെറ്റീരിയൽ, ഒരു പള്ളിയും കൂടെ വരുന്നുണ്ട്. പിന്നെ ശോകം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ദുപ്പട്ടയാണ് ഗൈസ്. ഇതിന്റെ ദുപ്പട്ട നമ്മൾ പറ്റിച്ചു കളഞ്ഞു. ദുപ്പട്ടയുടെ കളറും സംഭവം അടിപൊളിയാണ്, പക്ക കോട്ടൺ ആണ്. നമുക്ക് തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിടക്കും, അവിടെ തന്നെ കിടക്കും, ഒരു അനക്കവും സംഭവിക്കില്ല. കോട്ടൺ ആണ്, നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ടോപ്പിന്റെ കളറും ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും കളറും ദുപ്പട്ടയുടെ കളറും രണ്ടും രണ്ടാണ്. ഇത് വന്നിട്ടൊരു മെറൂൺ ഷെയ്ഡാണ്, പക്ക ഒരു മെറൂൺ ഷെയ്ഡും. ഇത് വന്നിട്ട് ഒരു നരച്ച കളറും ആയിപ്പോയി ഗൈസ്. അത് മാത്രം ഇതിനകത്ത് ഒരു കുഴപ്പം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന് ഗോൾഡൻ കളർ ഷോൾ വെച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഷോൾ നമുക്ക് വേറെ എന്തിൻ്റെങ്കിലും കൂടെ പെയർ ചെയ്യേണ്ടി വരും, കാരണം ഇത് ഒട്ടും തന്നെ മാച്ച് അല്ല ഇതിന്റെ കളർ വന്നിട്ട്. പിന്നെ ഈ ബോർഡർ ആണ്, സെയിം ബോർഡർ ആണ്, ആ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന സെയിം ബോർഡർ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഷോളാണ്, നല്ല വീതി നീളമൊക്കെ ഉള്ള നല്ല കോട്ടൺ ഷോളാണ്. പക്ഷെ നമുക്ക് ആ ഡ്രസ്സിന്റെ കൂടെ ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. ഇനി അവർക്ക് മാറിപ്പോയതാണോ എല്ലാം ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ഇതിന് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ ഉണ്ട്, അതും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. അതല്ലാത്ത പക്ഷെ നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. 540 രൂപയ്ക്ക് നല്ല വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് സെയിം തന്നെ ഒരു റെഡ് കളറിൽ വരുന്ന, ഇത് ഒരു റെഡ് ആണ് കേട്ടോ, ഒരു ബ്ലഡ് റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റെഡ് കളറിൽ വരുന്ന ദുപ്പട്ട താഴെ പോയി, റെഡ് കളറിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ചുരിദാറാണ്. ബോട്ടം ഷോള് ടോപ്പ് ഇത് മൂന്നും ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ടോപ്പ് കാണിച്ചു തരാം. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ പിക്ചറിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതും വന്നിട്ട് ഫോയിൽ പെയിന്റിലാണ് വരുന്നത്. പക്ഷെ ഇത് ഒരു തവണ വാഷ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കളറെല്ലാം അതിന്റെ പോയി ഒരു ബ്ലാക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ആ ഒരു ഗോൾഡൻ കളർ പോയിട്ട് ബ്ലാക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയലും വരുന്നത് റയോൺ ആണ്. പിന്നെ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ലപോലെ ചുരുങ്ങി, എന്താ പറയുക, അപ്പോൾ ഒരു സൈസ് കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വന്നിട്ട് ഇതിന്റെ എൻഡിൽ വന്നിട്ട് കോമഡിയാണ്, രണ്ടിന്റെ അളവിന് വ്യത്യാസം വന്ന് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കണ്ട, ഇത് ബാക്ക് വശം, ഇത് ഫ്രണ്ട് വശം, രണ്ടും 2 സൈസ് ആയിപ്പോയി. ഇറക്കത്തില് രണ്ട് പിന്നെ ഇടുമ്പോ അങ്ങനെ കാര്യമായിട്ട് അറിയുന്നില്ല, എന്നാലും രണ്ടും 2 അളവായി പോയി. അതുപോലെ തന്നെ ഈ കളറും ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആയിപ്പോയി, ബ്ലാക്ക് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ബോട്ടത്തിൽ വരുവാണെങ്കിലും അതിന്റെ എൻഡില് ഇതുപോലെ ത്രെഡാണ് വരുന്നത്. ഇത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു കളറ് ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ എൻഡിൽ വരുന്നത് ഇതേപോലെ ആ വൈറ്റ് ത്രെഡ് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഷിഫോൺ ഷോളാണ്. അതിന്റെ ഒരു 4 സൈഡിലും ഈ ഒരു വൈറ്റ് ത്രെഡ് വരുന്നുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ ഇതിന്റെ ഷോളിലത്തെ ഫുൾ പെയിന്റും പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് വാഷിൽ തന്നെ കണ്ടില്ലേ, ആ ഒരു ചെറിയൊരു പ്രിന്റ് പോലെ
മാത്രമേ ഉള്ളൂ. നല്ല ഗോൾഡൻ കളറായിരുന്നു ഇതിൻ്റെ ഷോളിൽ ഇതിൻ്റെ പെയിൻറ് വന്നിട്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് പോയി. ഇതിനും വരുന്നത് 400 സംതിങ്, എത്ര 500 രൂപയുടെ അടുത്ത് ഇതിന് റേറ്റ് വരുന്നുണ്ട്. റേറ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. പക്ഷെ ആ 500 രൂപയ്ക്ക് എനിക്കിത് മുതലായില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്യാവശ്യം കളറും ഫെയ്ഡ് ആവുന്നുണ്ട്, സൈസും ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു മെറ്റീരിയൽ അടിപൊളിയാണ്, റയോൺ മെറ്റീരിയലാണ്, ഇടാൻ കംഫർട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു റേറ്റിന് എനിക്ക് ഇതങ്ങ് മുതലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.